ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പൾസർ റൈസ് കൊണ്ടുവരേണ്ട ചെയിന് ക്ലീൻ ചെയ്യണം, ലൂബ് ചെയ്യണം, ചെയിൻ സ്ലാക്ക് നോക്കിയിട്ട് ടൈറ്റും ചെയ്യണം. അപ്പോൾ ചെയിൻ ക്ലീനും ലൂബും ടൈറ്റും എല്ലാം ചെയ്യുന്നത് എല്ലാ വണ്ടികൾക്കും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ചെയിൻ ലൂബ് വേണം, ചെയിൻ ക്ലീനർ വേണം, പിന്നെ ഇതേപോലത്തെ ഒരു 3 സൈഡ് ആയിട്ടുള്ള ബ്രഷും വേണം. ഇതായിരിക്കും നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാൻ കൂടുതൽ ഈസി. നമുക്ക് ആദ്യം ചെയിൻ ക്ലീനർ അടിച്ച് ചെയിൻ ഒന്ന് സ്പോക്ക് ചെയ്യാം. അതിന് മുമ്പ് ചെയിൻ ക്ലീനർ നല്ല രീതിക്ക് കുലുക്കിയിട്ട് വേണം നമ്മൾ അടിക്കാൻ. ചെയിൻ മൊത്തം ഒരു റൗണ്ട് നമുക്ക് ക്ലീനർ അടിച്ച് വയ്ക്കുന്നത് വിടാം. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് ചെയിൻ ക്ലീനോ ലൂബോ ചെയ്യരുത്. ഒരുപാട് പേരുടെ വിരലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാലും ചെറിയൊരു അശ്രദ്ധ കൊണ്ട് തന്നെ നമ്മളെ വിരലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് സ്ലോ ആണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. നമ്മൾ 2 പ്രാവശ്യം ചെയിൻ ക്ലീൻ ചെയ്യുമ്പോഴെങ്കിലും ഈ ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റ് കവറോട് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. ഈ ചെയിനിൽ പറ്റിപ്പിടിക്കുന്ന അഴുക്കല്ല ഈ ഫ്രണ്ടിലായിരിക്കും വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു 9-8 mm ടീ ആണ്. അത് പല വണ്ടിക്കും ആകുമ്പോഴത്തേക്കും വ്യത്യാസം വരും. മിക്കുള്ള വണ്ടികൾക്കും ഈ സ്പ്രോക്കറ്റ് കവർ അഴിച്ചെടുക്കണമെങ്കിൽ മിക്കവാറും ഈ ഗിയർ ലിവർ അഴിച്ചെടുക്കേണ്ടി വരും. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. റീസെൻ്റ് ആയിട്ട് ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ് അഴിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയ സ്ലഡ്ജ് ഒന്നും വന്ന് അഴിഞ്ഞിട്ടില്ല, ഈ ചെറിയ രീതിക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ അവിടെയും ചെയിൻ ക്ലീനർ അടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ചെയിൻ ക്ലീനർ ഇത് നല്ല പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചെയിൻ ക്ലീനർ അടിച്ചിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്ത് തുടങ്ങാൻ. അപ്പോഴേ ഈ ക്ലീനർ എല്ലാ സ്ഥലത്തും പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങും. ഇത് കഴിഞ്ഞ് ടയർ കറക്കി വിട്ട് നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മറക്കരുത്, ഒരു കാരണവശാലും നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് ഇട്ട് ഇതൊന്നും ക്ലീൻ ചെയ്യരുത്. ഇത് കുറച്ച് സ്ലോ ആണെങ്കിലും ഇതാണ് എന്തുകൊണ്ടും സേഫ്. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു പഴയ ക്ലോത്ത് വെച്ചിട്ട് ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള ലൂബും ഗ്രീസും എല്ലാം നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചെയിൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ചെയിൻ്റെ നീറ്റ്. ഇനി നമുക്ക് ലൂബിങ്ങിലേക്ക് അടക്കാം. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ലൂബും ക്ലീനറും വാങ്ങിച്ച് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഷോപ്പിലോ സർവീസ് സെൻ്ററിലോ ഒക്കെ കൊണ്ട് ലൂബ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ലൂബിന് തന്നെ ഒരു 150 രൂപയാണ് നമ്മളിന്ന് വാങ്ങിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ടൊരു ലൂബും ക്ലീനറും വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 4-5 പ്രാവശ്യം അടിക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മോട്ടോളിൻ്റെ ഫുള്ളി സിന്തറ്റിക് ചെയിൻ ലൂബാണ്. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് വെച്ചാൽ 250. ഞാൻ മോട്ടോളിൻ്റെ ക്ലീനറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്കിലും തീർന്നു പോയതുകൊണ്ട് ഇപ്പോൾ റോളോണിൻ്റെ ചെയിൻ ക്ലീനറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചെയിൻ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 500 to 700 കിലോമീറ്ററിന് ബിറ്റ്വീനിലാണ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. അത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ലൂബ് വാഷ് ഔട്ട് ചെയ്ത് പോകുന്ന രീതിക്കായിരിക്കും ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഇൻ്റർവെല്ലൊന്നും നോക്കാറില്ല. നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും എക്സസീവായിട്ട് ചെയിനിൽ ലൂബ് അടിക്കരുത്. അത് ഫുൾ നമുക്ക് വേസ്റ്റായിട്ട് പോവേ ഉള്ളൂ. പിന്നെ ചെയിൻ മൊത്തത്തിൽ നമുക്ക് ലൂബ് അടിക്കേണ്ട ആവശ്യമില്ല. ഈ ചെയിൻ്റെ ഈ സൈഡിൽ ഈ ഓറിങ്സ് ഉണ്ട്, അവിടെ മാത്രമേ ലൂബ്രിക്കേഷൻ്റെ ആവശ്യം നമുക്കിപ്പോൾ വരുന്നുള്ളൂ. പിന്നെ ഈ സൈഡിലൊക്കെ മഴക്കാലത്ത് വല്ലതും അടിച്ചാൽ കുഴപ്പമില്ല, കാരണം ഇവിടെ നിന്ന് റെസ്റ്റ് എല്ലാം പോകാൻ വേണ്ടിയും ഈ ചെയിൻ ലൂബ് റെസ്റ്റ് അടിക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓറിങ്സിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ലൂബ് അടിക്കേണ്ടത്. പിന്നെ ഈ ലൂബ് അടിക്കാൻ നേരത്ത് ഒരു കാർഡ്ബോർഡ് പീസ് പോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നന്നായിരിക്കും. ഇല്ലെങ്കിൽ റിമ്മിൽ മൊത്തം ഈ ലൂബ് വീഴും, അത് പിന്നെ മാറ്റാൻ പാടായിരിക്കും. ഈ കളറായിട്ടുള്ള റിമ്മിലാണ് ഈ മെയിനായിട്ട് പ്രോബ്ലം വരുന്നത്. ഇത് ബ്ലാക്ക് റിം ആണെങ്കിലും ഞാൻ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് വൃത്തിയിടാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചായിരിക്കും ഞാൻ ലൂബ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലൂബും നല്ല രീതിക്ക് ഷേക്ക് ചെയ്തിട്ട് മാത്രമേ അടിക്കാവൂ. നമ്മൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലൂടെ കുറച്ച് ലൂബ് അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. തുടങ്ങിയോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ചെയിൻ്റെ ഈ സൈഡിലൊന്നും ലൂബിൻ്റെ ആവശ്യം നമുക്കില്ല. ഈ ഓറിങ് ഉള്ള സ്ഥലത്താണ് മെയിനായിട്ട് ഫ്രിക്ഷൻ വരുന്നത്, അവിടെ മാത്രമേ ലൂബിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ മഴക്കാലത്ത് വല്ലതുവാണെങ്കിൽ സൈഡിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് പിടിക്കാതിരിക്കാൻ സഹായിക്കും. പിന്നെ നമ്മൾ ചെയിൻ ലൂബ് അടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകരുത്. കുറച്ച് നേരം വെച്ചിരുന്നാൽ മാത്രമേ ഈ ലൂബ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് പെനട്രേറ്റ് ചെയ്യുകയും ഒരുപാട് നാളിതിൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ചെയിൻ ലൂബ് അടിച്ചു കഴിഞ്ഞാൽ ഒരു 3 to 4 hours എങ്കിലും ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. എപ്പോഴും ഓവർനൈറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. അപ്പോൾ നൈറ്റ് ഫുൾ ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ലൂബ് ഫുൾ ഇതിൻ്റെ ഇടയിലോട്ട് പെനട്രേറ്റ് ആയി നമുക്ക് നല്ല രീതിക്കുള്ള ലൂബ്രിക്കേഷൻ തരും.
നമ്മളിപ്പോൾ അടിച്ച ഉടനെ തന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ലൂബ് മൊത്തം സ്പില്ല് ചെയ്ത് റിമ്മിലൊക്കെ തെറിച്ച് അത് നമുക്ക് ഒരുപാട് വേസ്റ്റായിട്ട് പോകും. അടുത്തതായിട്ട് ലൂബ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റ് കവർ തിരിച്ച് വെച്ച് സെറ്റ് ചെയ്യാം. ഞാൻ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പെട്രോളോ ഡീസലോ ഒക്കെ വെച്ചിട്ട് ഈ ചെയിൻ ക്ലീൻ ചെയ്യുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിലും പെട്രോളും ഡീസലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയിൻ്റെ ഇടയ്ക്കുള്ള ഓറിങ്സ് ഡാമേജ് ആവും, നമ്മളെ ചെയിനും പെട്ടെന്ന് പാഴിപ്പോവും. അതുകൊണ്ട് മാക്സിമം ചെയിൻ ക്ലീനർ വെച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ പലവരും ഓയിൽ ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ലൂബ്രിക്കേഷനൊക്കെ കിട്ടുമെങ്കിലും ഒരുപാട് അഴുക്ക് വന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് ചെയിൻ പെട്ടെന്ന് ഡേർട്ടി ആവും. അതുകൊണ്ട് ചെയിൻ ക്ലീനറും ലൂബും വെച്ച് ചെയ്യാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂബും ക്ലീനും ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് വരുന്ന ചെയിൻ സ്ലാക്ക് എന്ന് വെച്ചാൽ 15 mm-നും 25 mm-നും ഇടയ്ക്കാണ്. അപ്പോൾ ചെയിൻ സ്ലാക്ക് ഇപ്പോൾ കറക്റ്റാണ്. അത് ഓരോ വണ്ടിക്കും മാനുഫാക്ചറിനും അനുസരിച്ച് അത് വ്യത്യാസം വരും. അപ്പോൾ കറക്റ്റ് ചെയിൻ സ്ലാക്ക് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതെൻ്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.